നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരംകുളം. നമ്മുടെ PSCയുമായി സംബന്ധിച്ച ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്ഥലമായ കാഞ്ഞിരംകുളത്തിനടുത്ത് കഞ്ചാവമ്പഴഞ്ഞി എന്നും പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഏകദേശം ഇപ്പോൾ ആ കുഞ്ഞിന് 36, 37 വയസ്സ്, 40 വയസ്സോളം പ്രായമുണ്ട്. ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ആ കുഞ്ഞിരുന്നു. ഏകദേശം PSC ലിസ്റ്റിൻ്റെ അടുത്തെത്തി. എന്നാൽ ആ കുഞ്ഞിൻ്റെ ആ സമയമായപ്പോഴത്തേക്കും അത് ക്യാൻസലാക്കി. അതിനുശേഷം പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർക്ക് ജോലിയും കിട്ടി. ഇന്ന് കല്യാണം പോലും കഴിക്കാതെ ഇന്ന് ആ കുഞ്ഞ് വീട്ടിലിരിപ്പുണ്ട്. ഈ കുഞ്ഞിൻ്റെ ശാപം ഒരുപാട് സഹോദരന്മാർ, ഓട്ടോറിക്ഷ ഓട്ടിച്ച് ജീവിക്കുന്ന ഒരുപാട് BAയും MAയും ഒക്കെ എടുത്ത സഹോദരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തലയിലെഴുത്ത് വിധി അത് ഞങ്ങൾക്കില്ല പാസ്റ്റേ, ഞങ്ങൾക്ക് ആ തലയിൽ വിധിയില്ല. ഞങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവർക്ക് ഇന്ന് കേരളത്തിൽ ജോലിയില്ല. ഇത് പറയാൻ കാരണം നമ്മുടെ തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ ചുമടെടുക്കുന്ന ചില മുസ്ലിം സഹോദരന്മാരുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നാൽ ഇന്ന് അവരും കൂലിപ്പണിയാണ് ചെയ്യുന്നത്. ഇവർ ഓരോ പണി ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിലെ ആ ആഗ്രഹം, ഒരു ജോലി, ആ ശാപം. നമ്മുടെ വെള്ളയിട്ട് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ എന്താ നടക്കുന്നത്? PSC മുഴുവനും രാഷ്ട്രീയമാണ്. പാർട്ടിയുടെ മൊത്തവും പാർട്ടിക്കാരുടെ കയ്യിലാണ്. നമ്മുടെ പോലുള്ള സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട PSC വഴി കിട്ടേണ്ട ജോലി, ആ ജോലി ഈ പറയുന്ന രാഷ്ട്രീയക്കാർ, ഇവർക്ക് മുകളിലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് നല്ല ഒരു 10-20 ലക്ഷം രൂപയോളം വാങ്ങിച്ച് നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആ പാവപ്പെട്ട കുട്ടികളുടെ ജോലിയാണ് മറ്റുള്ളവർക്ക്, വലിയ സാമ്പത്തികമുള്ളവൻ്റെ മക്കൾക്ക് ഇവമാർ വിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കള്ള രാഷ്ട്രീയക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയക്കാരന്മാരുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക് എല്ലാവർക്കും ജോലിയാണ്. ഏത് രാഷ്ട്രീയത്തിലെ ഏത് സഹാക്കന്മാർ, ഏത് പാർട്ടിയിലെ ആരെടുത്ത് നോക്കിയാലും എല്ലാവർക്കും ജോലിയാണ്. ഈ ജോലി എങ്ങനെ കിട്ടി ഇവർക്ക് ഇത്രയും പേർക്ക് ജോലി? ഇവിടെ സാധാരണക്കാരായ നമ്മുടെ പോലുള്ളവർ ഒരു ജോലി, നമ്മുടെ 2 മക്കൾക്കില്ല ഒരു കുഞ്ഞിനൊരു ജോലി കിട്ടിയെങ്കിൽ ദൈവമേ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിക്കുന്ന എത്രയോ അച്ഛന്മാർ, എത്രയോ അമ്മമാർക്ക് വേണ്ടി പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി വർഷങ്ങളായി പ്രയത്നിച്ചിട്ട് അവസാനം തനിക്ക് ജോലിയില്ല എന്നറിയുമ്പോൾ ആ സമയത്ത് ആ കുഞ്ഞ്, ആ സഹോദരന്മാർ, ആ സഹോദരിമാർ അനുഭവിക്കുന്ന പ്രയാസം, ഇതിൻ്റെ എല്ലാം ശാപം സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരന്മാർക്കുള്ളത് തന്നെയാണ്. PSC മൊത്തവും രാഷ്ട്രീയമാണ്. പാർട്ടി മൊത്തവും PSC മൊത്തവും പാർട്ടിക്കാർ കയ്യേറി. ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടേണ്ട ജോലി, ഈ കാഞ്ഞിരംകുളത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കൂലിപ്പണി ചെയ്യുന്ന എൻ്റെ പാവപ്പെട്ട എൻ്റെ മക്കൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ജോലി ഈ രാഷ്ട്രീയക്കാരന്മാർ, വെള്ളയിട്ടുകൊണ്ട് നടക്കുന്ന ഈ കള്ള രാഷ്ട്രീയക്കാരന്മാർ പണം കൊടുത്ത് ആ പാവപ്പെട്ടവരെ ജോലി വാങ്ങിച്ച് വലിയവൻ്റെ മക്കൾക്ക് കൊടുക്കുന്നില്ലേ? ഇതെല്ലാം സർവശക്തനായ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം, ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല എന്ന്. സത്യം, പാട്ടുകാരൻ പാടിയത് വളരെ അർത്ഥത്തോടെയാണ് പാടിയത്. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ഈ പാട്ട് വളരെ അർത്ഥമുള്ളൊരു പാട്ടാണ്. പാട്ടുകാരൻ പാടിയത് ചുമ്മയല്ല. വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല, അകൃത്യഭാരം ചുമക്കും ജനം. ഒരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരോട്, ഈ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ ജോലി മാറ്റി, ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ജോലി നിങ്ങൾ വലിയവൻ്റെ മക്കൾക്ക് വിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിനക്കും മക്കളുണ്ട്, നിനക്കും ഭാര്യയുണ്ട്, നിനക്കും കുടുംബമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ശാപം
നിൻ്റെ ഭവനത്തിൽ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വരരുത്. അതുമാത്രമേ എനിക്ക് ഈ കള്ള രാഷ്ട്രീയക്കാരോട് പറയാനുള്ളൂ. കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മക്കൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഐശ്വര്യം വരില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ദൈവമക്കളുണ്ട്. അവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. PSC നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് കിട്ടേണ്ട ജോലി ഈ കള്ള രാഷ്ട്രീയക്കാരന്മാർ പണം കൊടുത്ത് വലിയവൻ്റെ മക്കൾക്ക് കൊടുക്കും. വലിയവൻ്റെ മക്കൾക്ക് മാത്രം ജോലി, രാഷ്ട്രീയക്കാരന്മാരെ മക്കൾക്ക് മാത്രം ജോലി. അതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ. ഇത് മാറണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള മക്കളുടെ പിതാക്കന്മാരും മാതാവും പ്രതികരിക്കണം. പ്രതികരിച്ചേ പറ്റൂ.